ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വദേശി പൗരനെ കാണാതായതായി പരാതി. മസ്കറ്റ് ഗവർണറേറ്റിലെ അമറാത്ത് 6 ഏരിയയിൽ നിന്നും സയ്യിദ് ബിൻ ഹമൂദ് ബിൻ ഹമീദ് അൽ നഅ്മനി ഈ മാസം 11 വെള്ളിയാഴ്ച മുതൽ കാണാതായിട്ടുണ്ട്. വീട്ടിൽ നിന്നും പോയ ഇദ്ദേഹം പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. കാണാതായ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ റോയൽ ഒമാൻ പോലീസുമായി ബന്ധപ്പെടുകയോ 9999 എന്ന നമ്പറിൽ അറിയിക്കുകയോ വേണമെന്ന് ആർഒപി പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നെതർലാൻഡിലെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ആംസ്റ്റർഡാമിലെ റോയൽ പാലസിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. കൊട്ടാരത്തിൽ എത്തിയ സുൽത്താനെ നെതർലാൻഡ്സ് രാജാവ് വില്ലം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഊഷ്മളമായി സ്വീകരിച്ചു. സുൽത്താനും ഔദ്യോഗിക പ്രതിനിധി സംഘത്തിനും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച ഇരുവരും സുഖകരമായ താമസം നേരുകയും ചെയ്തു. ഒമാനും നെതർലാൻഡ്സ് രാജ്യവും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ അടിവരയിടുന്നതാണ് സന്ദർശനം. സന്ദർശനത്തിലൂടെ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കും. ഉന്നതതല പ്രതിനിധി സംഘവും സുൽത്താനെ അനുഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുൽത്താനും രാജാവും പരസ്പരം ആദരവുകളും കൈമാറി. സുൽത്താനേറ്റിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ അൽ സയ്ദ് ഓർഡർ രാജാവ് വില്ലം അലക്സാണ്ടറിന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സമ്മാനിച്ചു. ഒമാനിനും നെതർലാൻഡ്സിനും ഇടയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവാർഡ്. ഒമാനിലെ മലയാളി പ്രവാസികൾ വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയും കണി വെള്ളരിക്കയുമൊക്കെയായി വിഷുക്കണിയും വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കി പ്രവാസി കുടുംബങ്ങളിൽ വിഷു ആഘോഷം കെങ്കേമമായി. പാരമ്പര്യ തനിമയുള്ള കസവും മുണ്ടും കൈത്തറി വസ്ത്രങ്ങളും അണിഞ്ഞ് രാവിലെ മുതൽ കുട്ടികളും മുതിർന്നവരും ഒരുങ്ങി നിന്നു. അവധി ദിവസമല്ലായിരുന്നു എങ്കിലും പലരും അവധിയെടുത്താണ് ആഘോഷത്തിൽ പങ്കുചേർന്നത്. സുഹൃത്തുക്കളും കുടുംബങ്ങളും ചേർന്ന് വിഷു കൂടുതൽ ഗംഭീരമാക്കി. ഹോട്ടലുകളിൽ സദ്യ ഒരുക്കിയതിനാൽ തന്നെ വലിയ ആശ്വാസമായി. പലരും വീടുകളിൽ തന്നെ സദ്യ ഒരുക്കിയെങ്കിലും ചിലർ ഹോട്ടലുകളിൽ നിന്നും പാഴ്സലായി സദ്യ സംഘടിപ്പിച്ചു. കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമായതിനാൽ ആഘോഷത്തിൽ നാട്ടിലേക്ക് പോയ പ്രവാസികളും നിരവധിയാണ്. പ്രവാസി കൂട്ടായ്മകളുടെ വിഷു ആഘോഷങ്ങൾ വാരാന്ത്യങ്ങളിൽ തുടരും. അൽ ഖുവൈറിൽ വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും. അൽ ഖുവൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കറ്റ് നഗരസഭയുടെ കീഴിൽ ജിൻലാൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മെയ് മാസത്തിൽ നാടിന് ഇത് സമർപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി അറിയിച്ചു. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുങ്ങുന്നത്. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ, വാക്കിംഗ്, സൈക്ലിംഗ് പാതകൾ, ഔട്ട്ഡോർ ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷൻ, സ്കേറ്റ് പാർക്ക് തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശുചിമുറികൾ, ഒരേ സമയം 100-ൽ പരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്. അതോടൊപ്പം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി കൊടിമരം മാറും. 135 ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക. കൊടിമരത്തിൽ സ്ഥാപിക്കുന്ന ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയും ഉണ്ടാകും. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഇതിലുണ്ടാകും. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ സഹകരണമാണ് ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നത്. ആവശ്യമായ എഞ്ചിനീയറിംഗ് പഠനങ്ങൾ പൂർത്തിയാക്കിയും അനുമതികൾ നേടിയുമാണ് അൽ ഖുവൈർ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ ടയർ ഫാക്ടറിക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയുടെ ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രദേശത്താകെ പുക നിറഞ്ഞു നിന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു.
അമേരിക്കൻ ഡോളറിന്റെ വ്യാജ നോട്ടുകൾ കൈവശം വയ്ക്കുകയും മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈജിപ്ത് പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ROP എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറലാണ് ഇയാളെ പിടികൂടിയത്. വലിയ തോതിൽ വ്യാജ നോട്ടുകൾ കണ്ടുകെട്ടി പ്രതിക്കെതിരെ പോലീസ് നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളെ പിടികൂടുന്നതിന് കമ്പനികൾക്കായുള്ള ടെൻഡർ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു. പൊതുജന സുരക്ഷയും മൃഗക്ഷേമവും വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒമാന്റെ ടെൻഡർ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക. അപേക്ഷകർ ഔദ്യോഗിക ടെൻഡറിംഗ് പോർട്ടൽ വഴി സമർപ്പിക്കണം. കർശനമായ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് തെരുവ് നായ്ക്കളെ പിടികൂടി റിഫ്ക് സർവീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. നഗരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മസ്കറ്റ് മുനിസിപ്പാലിറ്റി റിഫ്ക് കഴിഞ്ഞ വർഷം അവസാനത്തോടെ തുടക്കം കുറിച്ചിരുന്നു. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്ന അന്താരാഷ്ട്ര പരിപാടികളാണ് മുനിസിപ്പാലിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അഴിച്ചുവിട്ടിരിക്കുന്ന പൂച്ച, നായ, മറ്റ് മൃഗങ്ങൾ എന്നിവയുടെ പുനരധിവാസമാണ് റിഫ്ക് സേവനം ഉപയോഗപ്പെടുത്തുന്നത്. അവയുടെ സംരക്ഷണം ഉറപ്പാക്കുകയും പദ്ധതിയുടെ ഭാഗമാണ്. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ മൂലം ഉടലെടുക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും പൊതുജന സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ മൃഗങ്ങളെ സംരക്ഷിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുകയും പരിസ്ഥിതിയുടെ സന്തുലിത സംരക്ഷിക്കുകയും മറ്റൊരു ലക്ഷ്യമാണ്. പൊതുജനങ്ങൾക്ക് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെപ്പറ്റി അധികൃതരെ അറിയിക്കാനും ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ഇത്തരം മൃഗങ്ങളെ മാറ്റുവാനും പദ്ധതി സഹായകമാകും. അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെക്കുറിച്ച് കാര്യക്ഷമമായ രീതിയിൽ ബോധവൽക്കരണവും നടത്തും. മൃഗങ്ങളുടെ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്നതിലൂടെ ഇവയുടെ പെറ്റുപെരുകൾ കുറയ്ക്കാനും പദ്ധതി സഹായകമാകും. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ നഗരങ്ങളിൽ നിന്നും 36,727 ടണ്ണിലധികം ഖരമാലിന്യങ്ങളാണ് ശേഖരിച്ചതെന്ന് ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം 31,136 ടൺ മാലിന്യമാണ് ശേഖരിച്ചിരുന്നത്. ഇത്തവണ 18% വർധനവുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിലെ കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത്. ഈ ദിവസങ്ങളിൽ കമ്പനിക്ക് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കേണ്ടി വന്നു. ഇതുവഴി പ്രതിദിനം ടൺ കണക്കിന് നഗര മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായി അധികൃതർ പറഞ്ഞു. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ഓരോ ഗവർണറേറ്റിലും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ സേവനങ്ങൾ തടസ്സമില്ലാതെ നടത്താനായെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മാലിന്യങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും പ്രത്യേക ടീമുകളും രൂപവൽക്കരിച്ചിരുന്നു. മറ്റ് ദിവസങ്ങളിലേക്കാൾ അധികം മാലിന്യങ്ങളാണ് ഇത്തരം ദിവസങ്ങളിൽ ഉണ്ടാവുക. പലപ്പോഴും കശാപ്പ് ചെയ്ത മൃഗങ്ങളുടെ ശവശരീരങ്ങൾ പോലും മാലിന്യ ബിന്നുകളിൽ കാണപ്പെട്ടിരുന്നു. ഇവ പെട്ടെന്ന് സംസ്കരിച്ചിട്ടില്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നതിനാൽ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയായിരുന്നു മാലിന്യ ശേഖരണവും സംസ്കരണവും. ഈദ് അവധി ദിവസങ്ങളിൽ മാലിന്യം ശേഖരിക്കുന്നതിന് പ്രത്യേകമായി വേസ്റ്റ് ബിൻ വിതരണം ചെയ്യാറുണ്ട്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഖരമാലിന്യങ്ങൾ മസ്കറ്റ്, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന എന്നിവിടങ്ങളിൽ നിന്നാണ് ശേഖരിച്ചത്. ഇവിടെ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളിൽ വർധനവുണ്ടായതായും ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.